തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും ഒടുവിലുണ്ടായ രാഷ്ട്രീയ വിവാദത്തിൽ പുകയുകയാണ് സംസ്ഥാനത്തെ CPIM നേതൃത്വം. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ പാർട്ടിക്കകത്ത് ഏതാണ്ട് ഒറ്റപ്പെട്ട മട്ടാണ് ഇ പി ജയരാജൻ. തിങ്കളാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ജയരാജൻ വിവാദം വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളിൽ ഒന്ന്. മറ്റൊന്ന്, ഇതുവരെ തടഞ്ഞുവെച്ച എല്ലാ ബില്ലുകളിലും ഗവർണർ ഒപ്പിട്ടു എന്ന വാർത്തയാണ്. നേരത്തെ ഒപ്പിട്ടിരുന്നുവെന്നും മാധ്യമങ്ങൾ അറിയാൻ വൈകിയെന്നുമാണ് ഗവർണറുടെ വിശദീകരണം. അതേസമയം എല്ലാം സർക്കാർ ഗവർണർ അന്തർധാരയെന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വരികയും ചെയ്തു. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് എന്ന വാർത്തയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മെയ് 1 വരെ താപനില 41 ഡിഗ്രി കടന്നേക്കുമെന്നാണ് സൂചന. അങ്ങനെ ഇന്ന് പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകളെ ആഴത്തിൽ പരിശോധിക്കുകയാണ് ഇന്ന് സംഭവിച്ചത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സീകണൻ. ആദ്യ വാർത്തയിലേക്ക് കടക്കുന്നു. പോളിംഗ് കുറവിൽ നെഞ്ചെടുപ്പോടെ മുന്നണികൾ. സംസ്ഥാനത്തെ കുറഞ്ഞ പോളിംഗ് ശതമാനത്തിൽ മുന്നണികളിൽ ആശങ്ക. ജയപ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴും മണ്ഡലങ്ങളിലെ അടിയൊഴുക്കുകളിൽ സ്ഥാനാർത്ഥികൾക്ക് നെഞ്ചിടിപ്പുണ്ട്. സംസ്ഥാനത്ത് 71.16% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഒടുവിൽ പുറത്തുവന്ന കണക്ക്. 2019 രേഖപ്പെടുത്തിയതിനേക്കാൾ 6% വോട്ട് കുറവാണിത്. 20 സീറ്റുകളിലും വിജയിക്കുമെന്നാണ് UDFന്റെ അവകാശവാദം. തിളക്കമാർന്ന വിജയം നേടുമെന്ന് LDF പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. തൃശൂരിലും തിരുവനന്തപുരത്തും താമര വിരിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഞങ്ങൾക്ക് നല്ല വിജയ പ്രതീക്ഷയാണ്. 20-ൽ 20 സീറ്റും കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ. ജനങ്ങൾ വളരെ ആവേശം പ്രകടമായിരുന്നു, വളരെ വലിയ ആവേശം പ്രകടമായിരുന്നു. ഞങ്ങളുടെ വോട്ടുകളൊക്കെ നേരത്തെ എണ്ണി തിട്ടപ്പെടുത്തി പോളിംഗ് സ്ക്വാഡുകൾക്ക് നൽകിയിട്ടുള്ളതാണ്. അപ്പം അതിൽ ഒരു 90% വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടെന്ന് പറയുന്നത് നല്ല വിജയം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50,000 അടുത്ത വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നെ നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങൾക്കതുകൊണ്ട് ഉണ്ടാകാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തു പോയത്. അതവരുടെ മൂളയിൽ അവരുടെ ചിന്തയ്ക്ക് വകയാക്കി എടുത്താൽ ഉറപ്പായിട്ടും നല്ല നിശ്ചയമുണ്ടാകും എന്ന് പറയുന്ന വിശ്വാസത്തിലാണ് പോയിരിക്കുന്നത്. MG പ്രതീഷ് നൽകും തിരുവനന്തപുരത്തും കൂടുതൽ വിശദാംശങ്ങൾ. പ്രതീഷ്, സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് വളരെ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ്. കഴിഞ്ഞ 2019 6% കുറവാണ് ഇത്തവണ. പക്ഷേ അപ്പോഴും വിജയപ്രതീക്ഷയിൽ ഒട്ടും കുറവില്ല, അവകാശവാദത്തിലും കുറവില്ല. 3 മുന്നണികളും മികച്ച തിളക്കമാർന്ന വിജയം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ പരോക്ഷമായി ചെറിയ ആശങ്ക പങ്കുവെക്കുന്നുമുണ്ടല്ലോ നേതാക്കൾ. എന്താണ് യഥാർത്ഥത്തിൽ ഈ പോളിംഗ് സംബന്ധിച്ച് മുന്നണികൾക്കിടയിലെ യഥാർത്ഥ ചർച്ചകൾ? പ്രജിൻ, ഈ സ്ഥാനാർത്ഥികളും പാർട്ടിയും തികഞ്ഞ വിജയപ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുമ്പോഴും ഈ പോളിംഗിലുണ്ടായ കുറവ് തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്കയാണ് നിലവിൽ 3 മുന്നണികൾക്കും ഉള്ളത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77% മുകളിലായിരുന്നു സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ പോളിംഗ്. എന്നാൽ ഒടുവിൽ വരുന്ന കണക്ക് പ്രകാരം 71.16% സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഇനി വീട്ടിലെ വോട്ടും ഒപ്പം തപാൽ വോട്ടും കൂടി പരിഗണിച്ചായിരിക്കും ഒരു അന്തിമ കണക്ക് വരുന്നത്. എങ്കിൽ തന്നെയും 73% താഴെ മാത്രമായിരിക്കും സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ആകെ പോളിംഗ്. അതുകൊണ്ട് തന്നെ ഈ പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ഓരോ മുന്നണികളും ഉള്ളത്. ഈ ഓരോ ബൂത്തുകളിലെയും കണക്ക് ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഇതിനോടകം തന്നെ പാർട്ടികൾ വിലയിരുത്തലുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചില UDFനും LDFനും അടക്കം മേൽക്കൈയുള്ള ചില മണ്ഡലങ്ങളിലടക്കം ഈ വോട്ടിംഗ് ശതമാനം താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നതിലടക്കം എങ്ങനെയായിരിക്കുമെന്നതിൽ ഒരു ആശങ്കയാണ് മുന്നണികൾ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ വലിയ ഒരു ആശങ്കയാണ് ഓരോ മുന്നണികൾക്കും ഉള്ളത്. പക്ഷേ അത്തരത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുമ്പോഴും വലിയ വിജയപ്രതീക്ഷ ഉണ്ടാകുമെന്നതാണ് UDFും ഒപ്പം LDFും പറയുന്നത്. 20-ൽ 20 സീറ്റും നേടുമെന്നതാണ് UDFന്റെ അവകാശവാദം. ഒപ്പം ചരിത്രപരമായ ഒരു വിജയം ഉണ്ടാകുമെന്ന് LDFും പറയുന്നുണ്ട്. തൃശ്ശൂരും തിരുവനന്തപുരത്തുമാണ് BJP വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ. അത്തരത്തിലാണ് ഒരു മുന്നണികളുടെ തന്നെ ഒരു പ്രതീക്ഷകൾ ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ കൂടി ഈ തിരഞ്ഞെടുപ്പിൽ മുന്നണികൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് വോട്ടിംഗ് മെഷീനിലെ ചില പ്രശ്നങ്ങൾ, ഒപ്പം പോളിംഗ് വൈകിയതിലുണ്ടായ കാരണങ്ങൾ, ഇതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നതാണ് ഇവർ പരാതികളായി പറയുന്ന കാര്യം. പക്ഷേ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം ഇക്കാര്യത്തിൽ പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പിൽ വീഴ്ചകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, പൂർണ്ണ സംതൃപ്തിയാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ഉണ്ടായത് എന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ
ഈ തിരഞ്ഞെടുപ്പ് വൈകിയതുമായി ബന്ധപ്പെട്ട പരാതികൾ ചൂണ്ടിക്കാണിച്ചാൽ അത് കൃത്യമായി പരിശോധിക്കുമെന്നും എന്തായാലും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഈ ആശങ്കകൾക്കിടയിലും ഈ വിജയപ്രതീക്ഷ മുന്നണികൾ പങ്കുവയ്ക്കുന്നു. ഈ പ്രതീക്ഷകൾക്കും ഒപ്പം ആശങ്കകൾക്കും ആയുസ് ഇനി ജൂൺ 4 വരെ മാത്രമാണ്. പ്രജിൻ, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. സംസ്ഥാനത്ത് പോളിംഗ് വൈകിയതിനെ ചൊല്ലിയും വിവാദം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സംസ്ഥാനത്ത് ഇത്രയും മോശം തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ആസൂത്രിതമായ അട്ടിമറി നടന്നതായി സംശയിക്കുന്നതായി കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും മോശമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഇത് സംസ്ഥാനത്ത് വ്യാപകമായി വോട്ടിംഗ് മെഷീൻ കേടാകുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ആ വോട്ടിംഗ് മെഷീൻ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറും 1 മണിക്കൂറും ഒക്കെ പല സ്ഥലത്തും എടുത്തു. ആ സമയമെങ്കിലും വൈകുന്നേരത്തെ 6 മണി കഴിഞ്ഞുള്ള സമയം നീട്ടി കൊടുക്കണ്ടേ? ഇതൊന്നും ഉണ്ടായില്ല. ചില സ്ഥലത്ത് ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരുണ്ടായില്ല. ഇലക്ഷൻ കമ്മീഷനെയും ഇലക്ടറൽ ഓഫീസറെയും എല്ലാം ഈ കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് നമ്മൾ അറിയിച്ചിട്ടും ഒരു ഇടപെടൽ അവരുടെ ഭാഗത്ത് നടത്തിയില്ല. കേരളത്തിലെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തവണ്ണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അലങ്കോലമാക്കിയ ഒരു ഇലക്ഷനായിരുന്നു ഇന്നലത്തെ ഇലക്ഷൻ. സത്യത്തിൽ വോട്ടർമാരെ പീഡിപ്പിച്ച ഒരു ഇലക്ഷനായിരുന്നു ഇന്നലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മിഷണറി ഉദ്യോഗസ്ഥന്മാർ നടത്തിയത്. ഇലക്ട്രൽ സിസ്റ്റം കംപ്ലീറ്റ് CPM ഹൈജാക്കിയായിരുന്നു. CPMന്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി യോഗത്തിൽ വെച്ച് അവർ കൊടുത്ത ടാർഗറ്റ് ഇരട്ട വോട്ടുകൾ ഒരു ബൂത്തിൽ മിനിമം 10 വോട്ടുകൾ വെച്ച് ഇരട്ട വോട്ടുകൾ ചെയ്യണമെന്നാണ് ടാർഗറ്റ്. അതേസമയം 3 മണിക്ക് ശേഷം ബൂത്തുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് പോളിംഗ് വൈകാൻ ഇടയാക്കിയതെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളിന്റെ വിശദീകരണം. 95% ബൂത്തിൽ വൈകുന്നേരം 6 മണി 6:30 പോളിംഗ് കഴിഞ്ഞു. ബാക്കി ബൂത്ത്സ് ബൈ 8-9 ഇറ്റ് വാസ് ഓവർ. ജസ്റ്റ് ദീസ് വടക്കരണ്ട് 8 ബൂത്തുകൾ മാത്രമേ ആയിരുന്നു കുറച്ച് ഇഷ്യൂസ്. 3 മണിക്ക് ശേഷം ഈ ബൂത്തുകളിൽ ഒത്തിരി ആൾക്കാർ ഒരു വലിയ ഒരു നമ്പർ വോട്ടേഴ്സ് വന്നു. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. അതൊന്ന്. രണ്ടാമത്തെ ഈ വോട്ടിംഗ് മെഷീനിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അനലൈസ് ചെയ്തു. കഴിഞ്ഞ ഇലക്ഷൻ ആവറേജ് ഒരു 5% ഫെയിലിയർ റേറ്റ്. ഈ പ്രാവശ്യം VVPAT ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റിൻ്റെ 0.44% ആണ് ഫെയിലിയർ റേറ്റ്. VVPATൻ്റെ 2.1% ആണ്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രാവശ്യം മെഷീൻസ് ഹാവ് പെർഫോം മച്ച് ബെറ്റർ ദാൻ ലാസ്റ്റ് ടൈം. നോക്കാം. എന്തായാലും വി വിൽ ബി എക്സാമിനിങ് അതെങ്ങനെ എന്താ സംഭവിച്ചു, വെദർ അറേഞ്ച്മെന്റ്സിന്റെ കുറവായിരുന്നു, വാട്ട് ഹാപ്പൻ, എന്തായാലും നോക്കാൻ പോകുന്നു. വടകര മണ്ഡലത്തിലെ വിവിധങ്ങളിൽ പോളിംഗ് വൈകിയതും വിവാദമായിട്ടുണ്ട്. UDFന് ആധിപത്യമുള്ള ബൂത്തുകളിൽ ബോധപൂർവം വോട്ടെടുപ്പ് വൈകിപ്പിച്ചു എന്നാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ ആരോപണം. ചിലയിടത്ത് മന്ദഗതിയിലാണ് പോളിംഗ് നടന്നതെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജയും സമ്മതിച്ചു. ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. UDFന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചതെന്നുള്ള പരാതി UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിച്ച് ഞങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. നല്ല പ്രതീക്ഷയാണ്. നന്നായിട്ട് ജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. അവസാനത്തെ ഞങ്ങൾ സാധാരണ പോളിംഗ് ബൂത്തിൽ നിന്നുള്ളൊരു കണക്കുകൾ ശേഖരിക്കും. പക്ഷേ ഇത്തവണ പോളിംഗ് വൈകിയതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. അതിപ്പം കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ കിട്ടിയിടത്തോളം കണക്കുകൾ വെച്ച് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അത് ചിലപ്പോൾ അവർ പരാജയപ്പെടുമോ എന്ന് ഭയന്നിട്ടാണോ എന്നറിയില്ല. പോളിംഗ് വൈകിയതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് UDFന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, പോളിംഗ് കുറഞ്ഞത് അത് വലിയ വിവാദമായി മാറുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലായിടങ്ങളിലും പോളിംഗ് വൈകിയത് ഇതിന്റെ ക്രമീകരണങ്ങളിലെ പിഴവാണ് എന്ന ആരോപണം UDF ഉന്നയിക്കുന്നു. സാങ്കേതികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ആരോപണങ്ങൾ പൊതുവായി പറഞ്ഞു. പക്ഷേ വടകരയിലെ ആരോപണങ്ങൾക്ക് മറ്റൊരു തലമുണ്ട്. അവിടെ UDFന്റെ പ്രധാനപ്പെട്ട ആരോപണം ഈ തെരഞ്ഞെടുപ്പ് ബോധപൂർവ്വം വൈകിപ്പിച്ചു ചിലയിടങ്ങളിൽ, അതും UDFന് ആധിപത്യമുള്ള മേഖലകളിൽ അങ്ങനെ ഉണ്ടായി എന്നാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥിയും UDF നേതൃത്വവും പറയുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ ഉണ്ടായി, അത് മന്ദഗതിയിലായി എന്ന് LDFും സമ്മതിക്കുന്നുമുണ്ട്. അപ്പോൾ വടകരയിലെ പോളിംഗ് കുറഞ്ഞതിനെക്കുറിച്ച് എന്താണ് അവിടെ ചർച്ചയാവുന്നത്? മുന്നണികൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്?
പ്രജിൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തുടങ്ങിയ നാടകീയത, ആരോപണ പ്രത്യാരോപണങ്ങൾ അതിപ്പോഴും വടകരയിൽ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിലാണ് പുതിയ വിവാദത്തിന് കോൺഗ്രസ് തിരികൊളുത്തിയിട്ടുള്ളത്. ബോധപൂർവം പോളിംഗ് വൈകിപ്പിച്ചു എന്നാണ് UDFന്റെ ആരോപണം. ഒരു പടി കൂടി കടന്ന് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്ന് ഷാഫി പറമ്പിലും പറഞ്ഞു വെക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിനും UDFനും ഉൾപ്പെടെ പ്രാതിനിധ്യമുള്ള മണ്ഡലങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പ് വൈകിയത്. അതിന് ഉദ്യോഗസ്ഥർ ഇടപെടൽ ഉണ്ടായി എന്ന സംശയത്തിലാണ് ഇപ്പോൾ UDF ഉള്ളത്. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നുമാണ് UDF പറയുന്നത്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് വൈകി എന്ന കാര്യം LDFും സമ്മതിക്കുന്നുണ്ട്. കാരണം വിവിധ ഇടങ്ങളിൽ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. അത് ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെട്ടെന്നും അത് ബന്ധപ്പെട്ടവരെ അറിയിച്ചെന്നുമാണ് അല്പം മുമ്പ് KK ശൈലജ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്താണെങ്കിലും LDFും UDFും ഒരുപോലെ ഇക്കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇപ്പോഴും തുടരുകയാണ്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് നിലവിൽ സംശയിക്കുന്നില്ല എന്നാണ് KK ശൈലജ പറയുന്നത്. യന്ത്രങ്ങളുടെ തകരാറാണ് ഈ കാലതാമസത്തിന് വഴിയൊരുക്കിയതെന്നും KK ശൈലജ പറഞ്ഞു വെക്കുന്നു. എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 5% പോളിംഗ് ആണ് വടകരയിൽ മാത്രം കുറഞ്ഞിട്ടുള്ളത്. ഇത് അനുകൂലമാകുമെന്നാണ് LDFും UDFും ഉൾപ്പെടെയുള്ള മുന്നണികൾ പറയുന്നത്. തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫലം വരുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ വടകരയിലുള്ളത്. പ്രജീൻ. ശരി, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വടകര പോര് വോട്ടെടുപ്പിന് ശേഷവും തുടരുന്നു. ശക്തമായ വാക്പോര് ഇരുപക്ഷത്തും ഉണ്ടാകുന്നു. UDFും LDFും ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. EP ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച ചർച്ച ചെയ്യാൻ CPIM. തിങ്കളാഴ്ച ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിഷയം ചർച്ച ചെയ്യും. യോഗത്തിൽ EP ജയരാജൻ നേരിട്ടെത്തി വിശദീകരണം നൽകും. വിഷയം ഇടതുപക്ഷത്തിനെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. മുഖ്യമന്ത്രിയുടെ ദൂതനാണ് EP എന്നും BJP CPIM ഡീൽ വ്യക്തമായെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. പ്രകാശ് ജാവ്ദേക്കറെ EP ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു. കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. കണ്ടുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഞാനും എത്രയോ വട്ടം കണ്ടെന്നാണ്. എന്തിനാണ് EP ജയരാജൻ LDF കൺവീനർ, കേന്ദ്ര കമ്മിറ്റി അംഗം, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള BJPയുടെ പ്രഭാരിയെ കാണേണ്ട ആവശ്യം? SNC ലാവ്ലിൻ കേസും അതുപോലെ മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മെസ്സഞ്ചറായിട്ടാണോ EP പോയി പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ സംസാരിച്ചത്? BJPയുമായിട്ടൊരു അവിഹിത ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് വെളിച്ചത്ത് വന്നപ്പോൾ ഇപ്പൊ ജയരാജൻ പ്രതിയായി. ജയരാജൻ മാത്രം ഒതുങ്ങുന്നതാണോ ഈ BJP ബാന്ധവം CPMന്റെ? എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും? രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെയും UDFനെയും ഇവിടെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. ആ കോൺസ്പിറസിയിൽ പ്രധാന പങ്കുവച്ച ആള് മുഖ്യമന്ത്രി തന്നെയാണ്. എന്നാൽ EP ജയരാജൻ BJPയിൽ പോകും എന്നത് പച്ച നുണയെന്ന് CPIM നേതാവ് MV ജയരാജൻ പ്രതികരിച്ചു. വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് തോമസ് ഐസക്കും പറഞ്ഞു. കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, കോൺഗ്രസിൽ നേതൃനിരയിലുള്ളവർ കൂട്ടത്തോടെ BJPയിൽ പോകുന്നത്. അപ്പോൾ ആ സംഭവത്തെ മറ്റൊരു പച്ച നുണ കൊണ്ട് മറച്ചു പിടിക്കാനുള്ള പാഴ്ശ്രമമാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് KPCC പ്രസിഡന്റ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം. കമ്മ്യൂണിസ്റ്റുകാർ പാലിക്കേണ്ട നയങ്ങളും നിലപാടുകളും എന്തായിരിക്കണം എന്നുള്ളത് സുവ്യക്തമായി പിണറായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വളരെ നിഷ്കളങ്കമായിട്ട് ആരെങ്കിലുമായിട്ട് കൂടിക്കാഴ്ചക്ക് പോകാൻ പാടില്ല. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ ഇത്ര വിവാദമായിട്ടുള്ള കാര്യം. അപ്പം അത് സംബന്ധിച്ച് ഒരു നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞങ്ങളെല്ലാം നിൽക്കുന്നു. ബാക്കി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഘടകത്തിൽ പറയും. കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച് മന്ത്രി K രാധാകൃഷ്ണൻ രംഗത്തെത്തി. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ ശത്രുക്കളോട് പോലും മിണ്ടേണ്ടി വരും. എന്നാൽ എന്തിന് എന്നതിൽ വ്യക്തത വേണമെന്നും K രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ഷഫീദ്, EP ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദം CPMനെ ചെറുതായിട്ടൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അതേസമയം ഏതാണ്ട് ഒറ്റപ്പെട്ട മട്ടിലാണ് EP ജയരാജൻ ഉള്ളത്. എല്ലാവരും തള്ളിപ്പറയുന്നു. പക്ഷേ കൃത്യമായി എന്ത് വിശദീകരണം നൽകും അതിന് അവകാശമുണ്ട്, അതിന് കൃത്യമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് യോഗത്തിൽ എന്ന കാര്യം കൂടി നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത സെക്രട്ടേറിയറ്റ് യോഗം അത് നിർണായകമല്ലേ EPക്ക്?
പ്രജിൻ, ഉറപ്പായിട്ടും സെക്രട്ടേറിയറ്റ് യോഗം ഇപിക്ക് നിർണായകമാകും എന്ന് മാത്രമല്ല അക്കാര്യത്തിൽ ചില അന്തിമമായ തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ CPM ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു ടാഗ് ലൈൻ അത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ളതായിരുന്നു. ആ ടാഗ് ലൈനെ തന്നെ റദ്ദ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ചില സമീപനങ്ങൾ അത് തെരഞ്ഞെടുപ്പിന്റെ വളരെ നിർണായകമായിട്ടുള്ള ദിവസം പുലർച്ചെ EP ജയരാജന്റെ ഭാഗത്ത് നിന്നുണ്ടായി. പ്രകാശ് ജാവ്ദേക്കർ ആയിട്ടുള്ള കൂടിക്കാഴ്ച അത് EP ജയരാജൻ സമ്മതിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി പരസ്യമായ ശാസ്ത്ര അടക്കമുള്ള കാര്യങ്ങളുമായി രംഗത്തെത്തിയെങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടപടിയിലേക്ക് പോകണം എന്നുള്ളതാണ് CPM-ലെ ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. മാത്രവുമല്ല അത് പാർട്ടിയെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കി എന്നും CPM സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതും ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ. ഏതായാലും തിങ്കളാഴ്ച ചേരുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയമടക്കം വലിയ രീതിയിൽ ചർച്ചയാകും. LDF കൺവീനറായി EP ജയരാജൻ തുടരുമോ അതല്ലെങ്കിൽ EP ജയരാജൻ തന്നെ ആ പദവിയിൽ നിന്ന് ഒഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങളടക്കം നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. നാളെ കണ്ണൂരിൽ നിന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. ശേഷമായിരിക്കും മുതിർന്ന നേതാക്കളുമായി ചില കൂടിക്കാഴ്ചകൾക്കും സാധ്യതയുണ്ട്. അങ്ങനെയായിരിക്കും ആ തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ അതൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. EP ജയരാജൻ എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയിലേക്ക് കൂടി കാര്യങ്ങൾ കൊണ്ട് കൂട്ടിക്കെട്ടുകയാണ് പ്രതിപക്ഷം. അതിൽ BJP-യുടെ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ്. കോൺഗ്രസും ഇന്ന് സമാനമായ രീതിയിൽ അതായത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജൻ ചർച്ച നടത്തിയത് എന്നുള്ള ഒരു പ്രതികരണം പോലും ഉണ്ടായി. ആ സാഹചര്യത്തെ CPM കാര്യമായി ഗൗരവമായി കാണുന്നുണ്ട്. ഒരുപക്ഷേ വളരെ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ CPM-ന്റെ തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. പ്രജിൻ, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. വാർത്താ സമ്മേളനത്തിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ BJP നേതാവ് ശോഭാ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയച്ചു. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. തെളിവ് നൽകാൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും ശോഭാ സുരേന്ദ്രൻ തയ്യാറായിരുന്നില്ല. CMRL ഉടമ ശശിധരൻ കർത്ത സുഹൃത്താണെന്ന തെറ്റായ ആരോപണവും ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. തന്റെ കമ്പനി നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിന് പിന്നിലെന്നും ആരോപണത്തിന് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ വ്യക്തമാക്കി. നിയമ നടപടികൾ തീർച്ചയായും, കാരണം ആദ്യം അവിടെ പറഞ്ഞപ്പോൾ ഞാനത് ഒരു വികാരത്തിൻ്റെ പേരിൽ എന്തോ പറഞ്ഞതായിരിക്കും. കാരണം ഞാൻ ഒരാളെ പറഞ്ഞയച്ച് എന്നാണ് അവർ പറയുന്നത്. ഈ ആളെ പേര് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പറയാൻ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല. അങ്ങനെ സംഭവം നടന്നില്ല എന്നാണ് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ ആളെ അയച്ചിട്ടില്ല, അവരുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. പിന്നെ അവർ ആളെ പറ്റി പറയാനാ അങ്ങനെ ആ രീതി. അപ്പം ഞാൻ വിചാരിച്ചു ഏതോ വികാരത്തിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞതായിരിക്കാം. പക്ഷെ ഇന്ന് അവൾ എൻ്റെ കുടുംബത്തിനെ ബാധിക്കുന്നവർ, എൻ്റെ ഇന്ന് 10-15,000 ജോലി ചെയ്യുന്ന ആളുകളെ അവരുടെ കുടുംബത്തിനെ ബാധിക്കുന്ന രീതിയിലാണ് 24-ാം തീയതി കാലത്ത് അവൾ സംസാരിച്ചത്. തീർച്ചയായും ഇതിൻ്റെ പേരിൽ നിയമ നടപടികളെടുക്കും. എൻ്റെ അഭിമാന പ്രശ്നമാണ് ഇത്. തീർച്ചയായും എൻ്റെ കൂടെ ജോലി എടുക്കുന്ന 15,000 പേർ മാത്രം 1 കോടിയോളം കസ്റ്റമേഴ്സിന് അവർക്കൊക്കെ എൻ്റെ പേരിൽ തോന്നുന്ന ഒരു വിവേചനം അതിന് ഇല്ലാതാക്കാൻ വേണ്ടി തീർച്ചയായും ഇവളെ കണ്ട് ഇതിന് കേസെടുത്ത് സുപ്രീം കോർട്ടിലെ എന്ത് കോർട്ട് വരെ ഞാൻ പോകാൻ തയ്യാറാണ്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.